വെരി ഗുഡ് മോർണിംഗ് ടു ആൾ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെർഫോമൻസ് അപ്രൈസലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഡിഫറെൻറ്റ് മെത്തേഡ്സുകളായിരുന്നു 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ട്രഡീഷണൽ മെത്തേഡ്സുകൾ ഡിസ്കസ് ചെയ്തു, മോഡേൺ മെത്തേഡ്സുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് അപ്രൈസലാണ്. ഏതൊക്കെ രീതിയിലാണ് അപ്രൈസൽ ചെയ്യൽ, ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. മെയിനായി കൊണ്ട് 2 രീതിയിൽ, അല്ലെങ്കിൽ ഫോർമലാണ്, ഇൻഫോർമൽ അപ്രൈസൽ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫോർമൽ അപ്രൈസൽ, ഇൻഫോർമൽ അപ്രൈസൽ. ഫോർമൽ അപ്രൈസൽ ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ചെയ്യുന്നതാണ്. ഡൺ ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് പ്രോസസ്സ് ആയിക്കാരം ഫോർമൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ട് A to Z വരെയുള്ള കാര്യങ്ങൾ ഇറ്റ് വിൽ ബി എ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ആയിട്ട് നടത്തുന്ന ഒരു കാര്യങ്ങളായിരിക്കും ഫോർമൽ അപ്രൈസൽ. സാധാരണ ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസാണ് ഇത്തരത്തിലുള്ള അപ്രൈസൽസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇൻഫോർമൽ അപ്രൈസൽ സാധാരണ നടത്തുന്നത് സ്മാൾ സ്കെയിൽ യൂണിറ്റുകളെ നടത്തല് വിത്തൗട്ട് ഇൻവോൾവിങ് എനി ഫോർമൽ പ്രോസസ്സ്. അതാണ് അതിൻ്റെ ഏറ്റവും വലുത്. ഇറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക്കലി ഹാപ്പനിങ്, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഒരു പ്രോസസ്സൊന്നും എന്തിലില്ല ഇൻഫോർമൽ അപ്രൈസൽ നമുക്ക് കാണാൻ പറ്റില്ല. മൂന്നാമത്തെ അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്. അത് വേറെ ടൈപ്പാണ്. അപ്രൈസൽ ബൈ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീഴിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, അപ്രൈസൽ ചെയ്യുക. ഇൻഡിവിജ്വൽ അപ്രൈസൽ പ്രത്യേകിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ അപ്രൈസൽ, ഒരു വ്യക്തി അപ്രൈസ് ചെയ്യുക. ഒരു വ്യക്തി എല്ലാ ഇതും എന്ത് ചെയ്യുക, എല്ലാവരും കാര്യങ്ങൾ അപ്രൈസ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ അപ്രൈസൽ. ഗ്രൂപ്പ് അപ്രൈസൽ, ഗ്രൂപ്പായിക്കൊണ്ടുള്ളത് എന്ത് അപ്രൈസൽ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുക, അപ്രൈസൽ ചെയ്യുക. ഇനീഷ്യൽ അപ്രൈസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്രൈസൽ ചെയ്യിപ്പിക്കുക. പ്രൊമോഷണൽ അപ്രൈസ്, ഒരാൾക്ക് പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്രൈസൽ ചെയ്യുക. മനസ്സിലാക്കിയാൽ മതി, സിമ്പിളാണ്. മെയിനായി കൊണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അപ്രൈസൽ നോക്കാം. എസെൻഷ്യൽസ് ഓഫ് ഇഫക്റ്റീവ് അപ്രൈസൽ. ഒരു അപ്രൈസൽ ഇഫക്റ്റീവ് ആകണമെങ്കിൽ എന്തൊക്കെയാണ് അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ? എസെൻഷ്യൽസ് ഓഫ് ഇഫക്റ്റീവ് അപ്രൈസലാണ്. ഫസ്റ്റ് വൺ, കോൺഫിഡൻസ് ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റ്. എന്ത് ചെയ്യണം? ആത്മവിശ്വാസം. ഒന്ന് ചെയ്യുന്ന ആൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. 2, ആരെയാണ് അപ്രൈസൽ ചെയ്യുന്നതും ഈ 2 പേരും തമ്മിൽ, അപ്രൈസറും അപ്രൈസിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട്, വിശ്വാസം വേണം. അല്ലെങ്കിൽ നമുക്കൊരു തോന്നലാണെന്ത്, ഇപ്പം നമ്മുടെ മുകളിലുള്ള ആൾ നമ്മളെ മാക്സിമം ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം അയാൾ നമ്മളെ എന്ത് ചെയ്യുന്നു, പലപ്പോഴും നമ്മളെ ഹരാസ് ചെയ്യാനും നമ്മളെ ബുദ്ധിമുട്ടിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. അയാളാണ് എന്നെ അപ്രൈസൽ ചെയ്യാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയലുണ്ട്, കഴിഞ്ഞു, എൻ്റെ തീർന്നു, ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഫിനിഷായി എന്ന് നമ്മൾ പറയലുണ്ട്. അറിയാതെ പറയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ മ്യൂച്വൽ ട്രസ്റ്റ്. പരസ്പരം വിശ്വാസമില്ല. ഇയാൾ എന്ത് ചെയ്യുന്നില്ല, ന്യൂട്രലായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇയാൾ നീതി അല്ലെ എത്തിക്കലായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം എന്ത് ചെയ്യുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു അപ്രൈസലിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ഫാക്ടറാണ് കോൺഫിഡൻസ് ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റ്. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ ഒബ്ജക്റ്റീവ്. അതിനെന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടുള്ളൊരു ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ ഒബ്ജക്റ്റീവ്. കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇറ്റ് വിൽ ബി വെൽ ഡിഫൈൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഇറ്റ് വിൽ ഹാവ് എ വെൽ ഡിഫൈൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. കൃത്യമായിട്ടുള്ള പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ഗിവൺ എ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് എന്ത് ചെയ്യണം? നടത്തിയിരിക്കണം, കൊടുക്കണം എന്നുള്ളതാണ്. ദെൻ ഫോക്കസ് ജോബ് റിലേറ്റഡ് ബിഹേവിയർ. അപ്രൈസൽ നടത്തുമ്പോൾ പല കാര്യങ്ങളും, പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാത്തതിന് പകരം കുറച്ചൊക്കെ ചോദിക്കണം എന്നല്ലാതെ കൂടുതൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ജോബ് റിലേറ്റഡ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം അതിലുണ്ടായിരിക്കുന്നത്. ദെൻ ഡോക്യുമെൻറ്റേഷൻ, കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ അപ്രൈസൽ നടത്തി അയാൾ സംസാരിച്ച് പോയി എന്നല്ലാതെ ഇതെന്ത് എഴുതിയെന്നോ റെക്കോർഡ് ചെയ്യപ്പെടുന്നോ, അയാളുടെ ബിഹേവിയർ എന്തായിരുന്നോ, അയാൾ എന്താണ് ഉത്തരം പറഞ്ഞെന്നോ, അയാളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നോ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, പിന്നീട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂസിങ് എന്തായിരുന്നു ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ്, കൃത്യമായിട്ട് അതെന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ദെൻ ഫീഡ്ബാക്ക് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഫീഡ്ബാക്ക് എല്ലാവരും കൊണ്ടും പാർട്ടിസിപ്പേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ ഫീഡ്ബാക്ക് എടുപ്പിക്കും വേണം. ദെൻ സൈസ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ സൈസ് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യണം നടത്തേണ്ടത്, ഏത് ടൈപ്പ് വേണം കാര്യങ്ങളെന്നൊക്കെ. ദെൻ പോസ്റ്റ് അപ്രൈസൽ റിവ്യൂ, എന്ത് ചെയ്യണം? റിവ്യൂ നടത്തുക എന്നുള്ള റിവ്യൂ ആൻഡ് അപ്പീൽ. ഓക്കെ.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ഓഫ് ഇഫക്റ്റീവ് അപ്രൈസൽ. കോൺഫിഡൻസ് ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റ്, ക്ലിയർ ഒബ്ജക്റ്റീവ്, വെൽ ഡിഫൈൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, ട്രെയിനിങ്, ഫോക്കസ് ഓൺ ജോബ് റിലേറ്റഡ് ബിഹേവിയർ, documentation, feedback and participation, size of organization, post appraisal review and appeal. Okay, next one, problems in performance appraisal. Performance appraisal ഉള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്താണ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ ഫോൾട്ടി അസംഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് ദി ഫോൾട്ടി അസംഷൻ. ഫോൾട്ടി അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തെറ്റായ ധാരണകൾ, തെറ്റായ ചിന്തകൾ, കാര്യങ്ങളൊക്കെ ഓരോന്നുണ്ടാവും. നമ്മൾ ആദ്യം കരുതും ഇയാളെന്താണ് വളരെ മോശമാണ്, അയാൾ ശരിയാവില്ല, അയാൾ ജോലിക്ക് ശരിയല്ല, അയാൾ എന്താണ് ഇപ്പോൾ മടിയനാണ് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആദ്യം ഉണ്ടാക്കി ഫോൾട്ടി അസംഷൻസ് എന്നിവ ഉണ്ടാക്കി വെക്കുന്നു. സെക്കൻഡ് വൺ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഫസ്റ്റ് വൺ അതിൽ പറ്റുന്നത് മാനേജേഴ്സ് ഫീലിംഗ് ഇൻസെക്യൂരിറ്റി. പലപ്പോഴും മാനേജേഴ്സും തോന്നുന്നത് ഇത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണോ, ഇത് ഫീൽ ദാറ്റ് അവരുടെ കീഴിലുള്ള ആളുകൾക്കൊന്നും പെർഫോമൻസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദ്യം എന്ത് ചെയ്യാറ്, മാനേജർ ഇന്നെഫിഷ്യൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ആളുകൾ കീഴിൽ 5 ആളുകൾ വർക്ക് ചെയ്യുന്നു, അയാൾക്കൊരു ഹെഡ് ഉണ്ട്. ഇവർ 5 പേരുടെ പെർഫോമൻസ് വളരെ മോശമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അസംഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് വരിക, മാനേജർ വളരെ മോശമാണ്, മാനേജർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. കാരണം ഈ മാനേജർ നല്ല ഉഷാറാണെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മാനേജർക്ക് എന്തെങ്കിലും അത് ഒരു തോന്നൽ വരികയാണെന്ത്, ഐ ഫീൽ ഇൻസെക്യൂരിറ്റി, എനിക്ക് സുരക്ഷിതമല്ലല്ലോ എന്നുള്ള ഫീലിംഗ്. ആൻഡ് ഇഫ് ദ ഫീൽ ഇറ്റ് ആസ് ആൻ എക്സ്ട്രാ ബേർഡൻ. പലപ്പോഴും മാനേജേഴ്സ് ഇതൊരു എക്സ്ട്രാ ബേർഡനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യണം, അതിൻ്റെ പുറമെ ഇതും കൂടി ചെയ്യണം എന്നുള്ളൊരു എന്ത് ചെയ്യണം ഫീലിംഗ് വരുന്നു. ഇഫ് മാനേജർ ഫീൽ സബോർഡിനേറ്റ് ഫെയിലിയർ ഈസ് ഡ്യൂ ടു ഹിസ് ഇൻഎഫിഷ്യൻ. അത് നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. അവർക്ക് എന്താണ് അവരുടെ സബോർഡിനേറ്റിൻ്റെ ഫെയിലിയർ ഇവരുടെ കാരണത്താലാണ് എന്നുള്ള ഫീലിംഗ് എന്ത് ചെയ്യുന്നത് അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നു. ദ തേർഡ് വൺ ഈസ് ദി ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ പ്രോബ്ലം. ഫസ്റ്റ് ആണ് സെലക്ഷൻ ക്രൈറ്റീരിയ പ്രോബ്ലം. എന്താണ് നമുക്ക് നോക്കേണ്ടത്, എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, ലാക്ക് ഓഫ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എയിം ഇല്ലാത്തതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ പ്രോബ്ലം. അതാണ് ഡിസ്റ്റോർഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഇംപ്രഷൻ ഈസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസ് ഓഫ് സിംഗിൾ ട്രൈറ്റ്. അതായത് ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഫോർ എക്സാമ്പിൾ ഇന്ന് അപ്രൈസൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അയാൾ ആദ്യമായിട്ട് ലേറ്റായിട്ട് പറ്റാണ് ജീവിതത്തിൽ, ഫസ്റ്റ് ടൈം ആണ്, എന്തോ അത്യാവശ്യ കാരണത്താൽ അയാൾക്ക് ലേറ്റായി. അന്ന് തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്താൻ വേണ്ടിയിട്ട് അപ്രൈസിങ് എത്തിയിട്ടുള്ളത്. സോ ഇയാൾ എന്താണ് ആദ്യത്തിന് കാണുന്നത്, ഇയാൾ ലേറ്റായിട്ട് പറ്റുന്നു. അപ്പോൾ എന്താണ് മനസ്സിലാക്കുക, ഇയാൾക്ക് തോന്നുന്നത് ഇയാൾ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ്, വളരെ മോശമാണ്. സത്യത്തിൽ ഈ മേ ബി എ ഗുഡ് വർക്കർ, എ ഗുഡ് സബോർഡിനേറ്റ്, റെസ്പോൺസിബിൾ പേഴ്സൺ, എവറിത്തിങ്, ബട്ട് എ സിംഗിൾ ട്രൈറ്റ് ഈസ് ബേർഡ് ആണ്. അല്ലെങ്കിൽ സിംഗിൾ ട്രൈറ്റ് എന്ത് ചെയ്യാണ്, അവിടെ മൊത്തം എന്ത് ചെയ്യാണ് ജഡ്ജ്മെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ്. എന്ത് ഈസ് ലൈക്ക് ദാറ്റ്, അയാൾ അങ്ങനെ തന്നെയാണ് എന്നുള്ള ഫീലിങ്ങിലേക്ക്. അതാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. ഇത് സെൻട്രൽ ടെൻഡൻസി, ഗിവ് എ മിഡിൽ മാർക്ക് ആൾവേസ് എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഇനി ഒരാളെയും വെറുപ്പിക്കണം. നമ്മളെന്താ പലപ്പോഴും ഒരു തോന്നലാണിത്, എന്തിനാണ് വെറുതെ ഇനിയിപ്പോൾ അവരുടെ നമുക്കൊരു ഇത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ആരെയും ഉറപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ടോപ്പായിട്ടും കൊടുക്കില്ല, വളരെ മോശമായിട്ടും കൊടുക്കില്ല. ടോപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം, വളരെ മോശം കൊടുത്തു കഴിഞ്ഞാലും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മിഡിലിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നം. അതാണ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ഫീലിംഗ്. കണ്ടിന്യൂസ് റേസ്, എപ്പോഴും ഇങ്ങനെ തെറ്റുകൾ വരുത്തുക ഓരോന്നിനകത്ത്. പിന്നെ ഹോൺ ഇഫക്റ്റ്, വൺ നെഗറ്റീവ് ക്വാളിറ്റി ഓഫ് ദി എംപ്ലോയി ഈസ് ബീങ് റേറ്റഡ് ഹാർഷ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും പോസിറ്റീവായിക്കൊണ്ട് ചിന്തിക്കുന്ന ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല. എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. അവർക്ക് എന്തുണ്ടായിരിക്കും, പല ലിമിറ്റേഷൻസ് ഉണ്ടാകും, ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, ഹേർഡിൽസ് ഉണ്ടായിരിക്കും. ഈ ഹേർഡിൽസിനൊക്കെ ഓവർകം ചെയ്തിട്ട് വേണ്ടി വരും പലപ്പോഴും എന്തുണ്ട് പല പെർഫോമൻസും ചെയ്യണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്കുള്ള ഒരു നെഗറ്റീവ് എന്ത് ചെയ്യുന്നു, ഓവർ റേറ്റഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവരിക. നമ്മൾ ഹോൺ എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട് ഉണ്ടാക്കുക എന്നറിയില്ല, ഹോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്ത് ചെയ്യുന്നത്, ഒരു നെഗറ്റീവ് ക്വാളിറ്റി എന്ത് ചെയ്യുന്നത് അതിനെ ഒച്ചപ്പാടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അതിന് റേറ്റഡ് ഹാർഷ്ലി അത് മറ്റൊരു പ്രശ്നമാണ്. ദെൻ ലിനിയൻസി ഓർ സ്ട്രിക്ട്നെസ് എന്ന് പറഞ്ഞാൽ ഗിവിങ് ഫുൾ മാർക്ക് ഓർ ഗിവിങ് വെരി ലോ മാർക്ക് ടു ആൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞതിൻ്റെ സെൻട്രൽ ടെൻഡൻസിയുടെ നേരെ ഓപ്പോസിറ്റ്. എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നല്ല മാർക്ക് കൊടുക്കുക എല്ലാവർക്കും, ഇനി അതിനൊരു വേണ്ട 10 ൽ 10 എല്ലാം 10 ൽ 10 ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു,
അത് അത് പ്രശ്നമാണ്. ചില ആളുകൾ സർവേ നടത്താൻ പറഞ്ഞാൽ അല്ലെ, നിങ്ങൾ നാളെ ആലോചിച്ചാൽ മതി. ജസ്റ്റ് തിങ്ക് ദാറ്റ്, അതായത് നിങ്ങളോടൊരു സർവേക്ക് ഒരു ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും കയറിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ബെസ്റ്റ് 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 ഔട്ട് ഓഫ് 5 ആണെങ്കിൽ 5 എല്ലാത്തിനും കൊടുത്തു പോകുന്ന ഒരു ടെൻഡൻസി. ഇത് സത്യത്തിൽ നമ്മൾ വായിച്ച് പലപ്പോഴും സർവേക്ക് കൊണ്ടുവരുന്ന പല പേപ്പേഴ്സും സർവേ ക്വസ്റ്റ്യൻസൊന്നും എന്തില്ല, വി ആർ നോട്ട് റെഡി ടു ജസ്റ്റ് റീഡ് ഫുൾ എന്നുള്ളതാണ്. ഫുള്ളായിട്ടൊന്ന് മനസ്സിരുത്തി വായിക്കാൻ പോലും നമ്മൾ തയ്യാറാണില്ല. എന്താ ക്വസ്റ്റ്യൻ, അതിൻ്റെ എന്താണോ ചോദ്യം ഒന്നും വരെ നോക്കലൊന്നുമില്ല, വെറുതെ ടിക്കറ്റ് പോകുന്നു. സോ ആ പഠനം എന്തായിരിക്കും ഒരു അർത്ഥത്തിലും ശരിയാക്കാത്ത രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ലെനൻസി ഓർ സ്ട്രിക്ട്നെസ്, ഒന്നുകിൽ തീരെ മാർക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് മാർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. അതും എന്താണ് മറ്റൊരു പ്രശ്നമാണ് ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ്. ദെൻ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക, സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുക. ദെൻ എറേഴ്സ് ഓഫ് വാരിയബിൾ സ്റ്റാൻഡേർഡ്സ്, എന്ത് ചെയ്യുന്നു, വാരിയബിൾസിൻ്റെ നമ്മൾ ഓരോ വാരിയബിൾസ് ഉണ്ടാവും, അതിന് സ്റ്റാൻഡേർഡ്സ് കണക്കാക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ഇത്ര വേണ്ടത് അല്ലെങ്കിൽ ഇത്ര കാണണം എന്ന് മിനിമം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഫിക്സ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നു, എറേഴ്സ് തെറ്റുകൾ സംഭവിക്കുന്നു. ദെൻ പ്രസൻസി എഫക്ട്, ഫസ്റ്റ് പെർഫോമൻസ് ഈസ് ഇൻഫ്ലുവൻസ് പ്രസൻറ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് അയാൾ എന്തോ ഒരു മോശം പെർഫോമൻസ് അല്ലെങ്കിൽ പണ്ട് അയാൾ എന്തോ ഉഷാറായിരുന്നു, അതിൻ്റെ ബേസിൽ ഇപ്പോൾ എന്ത് ചെയ്യാം. അപ്പം നമ്മൾ ചില ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ക്രിക്കറ്റ് ടീമിൽ പണ്ടത്തെ പുലികളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ നിന്ന് പോകുന്ന സാഹചര്യമുണ്ട്. പണ്ട് അയാൾ എന്തോ നല്ല കളിക്കാരനായിരുന്നു, ഇപ്പോൾ വളരെ മോശം പെർഫോമൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ പണ്ടത്തെ പെർഫോമൻസിനെ പോയിട്ട് എന്ത് ചെയ്യുന്നു, നിന്ന് പോകുന്ന സാഹചര്യം. അല്ലെങ്കിൽ പണ്ട് അയാൾ എന്തെങ്കിലും കളിക്ക് വളരെ മോശമായി പെർഫോം ചെയ്തു, അതിൻ്റെ ബേസിൽ അയാൾ ടീമിൽ നിന്ന് പുറത്താക്കി, പിന്നെ അയാൾക്ക് ആ ബേസിൽ എന്ത് ചെയ്യുന്നില്ല, ടീമിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. ഇതൊക്കെയാണ് പറയുന്നത് എന്ത് റിസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. പാസ്റ്റ് പെർഫോമൻസസ് ഇൻഫ്ലുവൻസസ് പ്രസൻറ്റ് റൈറ്റിംഗ്. ഇത് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. നിലവിലുള്ള പ്രസൻറ്റ് റൈറ്റിങ്ങിന് എന്ത് ബാധിക്കുന്നു, പാസ്റ്റിലുള്ള പെർഫോമൻസ് ബാധിക്കുന്നു. ദെൻ റൈറ്റേഴ്സ് ലൈക്കിങ് ആൻഡ് ഡിസ്ലൈക്സ്, ഓരോരുത്തർക്കും ഇഷ്ടമുണ്ടാകും, ഓരോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. ഇപ്പോൾ ഒരാളുടെ താല്പര്യങ്ങളുണ്ടാകും, ആ താല്പര്യത്തിനനുസരിച്ചുള്ള ആളുകൾ കാണുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു, മാർക്ക് കൂടുതൽ കൊടുക്കുന്നു. അയാൾക്ക് താല്പര്യമില്ലാത്ത അയാളുടെ ചിന്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള ആൾ കാണുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, മാർക്ക് കൊടുക്കണം. അതാണ് റൈറ്റേഴ്സ് ലൈക്കിങ് ആൻഡ് ഡിസ്ലൈക്കിങ്സ്. ഫോർത്ത് പോയിന്റ് അതർ ഡിഫിക്കൽസ്, പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ്, കൃത്യമായി പരിശീലനം ലഭിക്കാത്ത മാനേജേഴ്സ്, അത് എങ്ങനെ നടത്തണം, എങ്ങനെ അത് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾ. ദെൻ പുവർ അപ്രൈസൽ ഫോംസ് എന്ന് പറഞ്ഞാൽ വളരെ ബാഡ് സ്റ്റാൻഡേർഡിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഫോമും കാര്യങ്ങളും, അത് മറ്റൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് റൈറ്റർ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞാൽ തയ്യാറാകാതെ, എങ്ങനെ ഇത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാതിരിക്കുക, തയ്യാറാകാതെ മീൻസ് കൃത്യമായിട്ടുള്ള ഹോം വർക്ക് ചെയ്യാതെ, കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിക്കാതെ എന്ത് ചെയ്യുക, റൈറ്റിംഗ് ചെയ്യുക, അത് വലിയൊരു പ്രശ്നമാണ്. ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷൻ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്, ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷൻ പോളിസീസ് ആൻഡ് പ്രാക്ടീസ്, ഓർഗനൈസേഷൻ്റെ ഇൻഎഫക്റ്റീവായിട്ടുള്ള പോളിസീസും പ്രാക്ടീസസും കാര്യങ്ങളും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം കാരിയർ. അത് ഇത്രയേ ഉള്ളൂ പെർഫോമൻസ് അപ്രൈസലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ കാരിയർ പ്ലാനിങ് എന്നുള്ളൊരു ഭാഗം നോക്കാം. എന്താണ് കാരിയർ പ്ലാനിങ് എന്ന്, കൃത്യമായിട്ട് നമ്മൾ കരിയർ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. കരിയർ പ്ലാനിങ് ഈസ് ദി സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട്സ് കരിയർ ഗോൾസ് ആൻഡ് ദ പാത്ത് ടു ദീസ് ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാകും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന പോസ്റ്റിലേക്ക് എത്തണം, ഈ പോസ്റ്റിലേക്ക് എത്തുവാൻ എനിക്ക് ആദ്യം ഇന്നതിലേക്ക് എത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് നേരിട്ട് വേണമെങ്കിൽ ജില്ലാ കളക്ടറാകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആയിക്കൊണ്ട് ഇപ്പോൾ എം ശിവശങ്കർ എന്നുള്ള അല്ലെ, ഇപ്പോൾ നമ്മൾ കേസിലൊക്കെ പെട്ട് നിൽക്കുന്ന എം ശിവശങ്കർ IAS, ഇദ്ദേഹം ശരിക്കും ഡെപ്യൂട്ടി കളക്ടറായിട്ട് ജോലി പ്രവേശിച്ചുള്ളതാണ്. അയാൾക്ക് പിന്നീട് IAS എന്ത് ചെയ്യാണ്, ഗവൺമെൻറ് ഗിഫ്റ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ കൊടുക്കുകയാണ്, എന്ത് കൺഫേർഡ് IAS എന്താണ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ IAS കിട്ടാൻ ഇയാൾ പാതി ഈ ജോലിയിലേക്ക് എത്തി, പിന്നെ അതിൽ നിന്ന് ദാറ്റ് മീൻസ് ഹി ഹാസ് എ സിസ്റ്റമാറ്റിക് കാരിയർ ഗോൾ ആൻഡ് പാത്ത്, അതിനൊക്കെ ഒരു വഴിയും കണ്ടെത്തുക എന്നുള്ളത്. അതാണ് കൃത്യമായിട്ട് നമ്മൾ ജോലിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കലുണ്ടല്ലോ, എന്താണ് ജോലി, പ്രമോഷനൊക്കെ വല്ല സാധ്യതയുണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ, എന്താണ് അവിടെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കലുണ്ടല്ലോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പ്രൊമോഷനൊക്കെ വളരെ ചാൻസ് കുറവാല്ലേ. ചില ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താ നല്ല ഇതല്ലേ, അത് അവിടെ നല്ല പ്രൊമോഷൻ പോസിബിലിറ്റീസ് ഉണ്ടല്ലോ കാര്യം. അതാണെന്ത് കൃത്യമായിട്ട് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട്സ് കരിയർ ഗോൾസ് ആൻഡ് ദ പാത്ത് ടു ദീസ് ഗോൾസ്. From the organization's viewpoint, it means helping the employees to plan their career in terms of their capacities within the context of organization's needs. എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ നീഡ് പൂർത്തീകരിക്കുന്ന, ഓർഗനൈസേഷൻ്റെ കുറേ ഒബ്ജക്റ്റീവ്സും ഗോൾസൊക്കെ ഉണ്ടാവും, അത് പൂർത്തീകരിക്കുന്നതോടൊപ്പം ഒരു വ്യക്തിയുടെ കരിയറിന് ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇതാക്കി കൊടുക്കുക. അതാണ് ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ. എന്നും ഒരു അടിമപ്പണി എടുക്കാതെ
എന്തെങ്കിലും ഉയർച്ചയും പുരോഗതിയൊക്കെ ഒരാളുടെ ഇപ്പോൾ ഉണ്ടാവും. ആദ്യം 5 വർഷം ഇതായിട്ട് ജോലി ചെയ്തു, പിന്നത്തെ 5 ഇതായപ്പോഴത്തേക്ക് അയാൾക്ക് പ്രൊമോഷൻ ലഭിച്ചു, വേറെ മേഖലയ്ക്ക് അപ്പോൾ ശമ്പളം കൂട്ടുന്നു, ഉത്തരവാദിത്തങ്ങൾ ഇതാക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ഫെസിലിറ്റീസ് കൂട്ടുന്നു ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ്. പിന്നെ അയാൾക്ക് ആ ജോലിയിൽ ആ കമ്പനിയിൽ അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. നേരെ മറിച്ച് 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ഒരു മാറ്റമില്ല, അന്നത്തെ അതേപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ എന്തെങ്കിലും ആ ഓർഗനൈസേഷൻ ലീവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇറ്റ് പ്രൊവൈഡ്സ് കരിയർ ഗോൾസ് ആൻഡ് പാത്ത്സ്, കൃത്യമായിട്ടുള്ള കരിയർ ഗോളുകളും പാത്തും എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഡെവലപ്പ് കോമ്പിറ്റൻസീസ് എമംഗ് എംപ്ലോയീസ്, അത് എന്ത് ചെയ്യുന്നു എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു മത്സര ബുദ്ധി ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു അത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് റീറ്റെയിൻ എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ, ഇങ്ങനെ നല്ലൊരു കരിയർ പ്ലാൻ അല്ലെങ്കിൽ കരിയർ പോസിബിലിറ്റീസ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആളുകൾക്ക്, ഇപ്പോൾ ഗൂഗിളിൽ ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് റിസൈൻ ചെയ്ത പോലെ ഉണ്ടാവില്ലല്ലോ, അവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്ന് ആൾക്കൊരു ഫീലിംഗ് ഉണ്ടാകും. സോ എന്ത് ചെയ്യുന്നു അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എന്ത് ചെയ്യുന്നു ഈ മേ ബി റെഡി എന്നുള്ളത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു മോട്ടിവേറ്റ്സ് എംപ്ലോയീസിന് മോട്ടിവേറ്റ് എന്ത് ചെയ്യുന്നു അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ കരിയർ പ്ലാനിങ് പ്രോസസ്സ് എന്നുള്ളതാണ്. ഗെറ്റ് എന്നത് കരിയർ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, ഇൻഡിവിജ്വൽ എന്ന ഒരു വ്യക്തിയുടെ കരിയർ പ്ലാനിങ് പ്രോസസ്സിൽ എന്നുള്ള ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗെറ്റ് ടു നോ യുവർ സെൽഫ് ത്രൂ സെൽഫ് അസസ്മെൻറ്റ്. അത് ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ ഇപ്പോൾ സാധ്യതകളുണ്ട്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എനിക്കുള്ള കപ്പാസിറ്റീസ് എന്താണ്, വാട്ട് ഈസ് മൈ സ്ട്രെങ്ത് വീക്ക്നെസ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സോട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുക എന്നുള്ള. ദെൻ എക്സ്പ്ലോർ ഇറ്റ് മീൻസ് എക്സ്പ്ലോർ കാരിയേഴ്സ് ടു ഗാദർ ഇൻഫർമേഷൻ അബൌട്ട് ഒക്കുപ്പേഷൻ. എന്ത് ചെയ്യുക നമ്മൾ കാരിയർ എക്സ്പ്ലോർ ചെയ്യുക, ഇൻഫർമേഷൻ ടു ഗാദർ ഇൻഫർമേഷൻ അബൌട്ട് ഒക്കുപ്പേഷൻ, ജോലികളെ കുറിച്ചുള്ള കൃത്യമായിട്ട് ധാരണയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ ടേക്ക് ആക്ഷൻ ടു ഡെവലപ്പ് എ കരിയർ പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ജോലി വേണ്ടത് അതുമായിട്ട് ഡീറ്റെയിൽസ് കണ്ടെത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ കരിയർ പ്ലാനിങ് പ്രോസസ് ഓർഗനൈസേഷൻ അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. ഇത് ഫസ്റ്റ് വണ്ണാണ് കരിയർ പ്ലാനിങ് പ്രോസസ്സ്. എങ്ങനെയാണ് അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, ആദ്യം എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു അസസ്മെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ അവരുടെ കപ്പാസിറ്റി കാര്യം. ദെൻ അനലൈസിങ് എന്തൊക്കെയാണ് ഓരോരുത്തരുടെ കഴിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദെൻ അനലൈസിങ് കരിയർ ഓപ്ഷൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു കരിയർ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് 3 ഓപ്ഷൻസ്. ദെൻ ഫീഡ്ബാക്ക് മീറ്റിംഗ് വിത്ത് എംപ്ലോയീസ്, എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ആഫ്റ്റർ ടേക്കിംഗ് ഫീഡ്ബാക്ക് ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ മെഷറിംഗ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ് ആൻഡ് സക്സസ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത് കൃത്യമായിട്ട് മെഷർ ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്രസ് കാര്യം മോണിറ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കരിയർ ഡെവലപ്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി എന്താണ് അസൈൻമെൻറ്റ് വഴി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മളെ ഈ 4th മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള 5th മൊഡ്യൂളിലേക്കാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.